நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. നാഥന്റെ പാദം വാഴ്ക. മാണിക്യവാചകസ്വാമിയുടെ പെരിയ പുരാണത്തിലെ 5-ാം അധ്യായത്തിലെ അറിവുദയം ആണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ അടുത്ത പാടലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പേടിയില്ല ജനുമൃതി രണ്ടിലും, ആടിടാ സ്വർഗലോകം ലഭിക്കിലും, നാടുവാഴും പദവിയും വേണ്ട, നിന്നോട് ചേരുന്നതാണ് എനിക്കൊക്കെയും. നിന്നോട് ചേരുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അല്ലയോ ഭഗവാൻ, അല്ലയോ ശിവഭഗവാനെ, അങ്ങയോട് ചേരുക മാത്രമാണ് എൻ്റെ ജീവിത ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യവും എനിക്കില്ല. അങ്ങയിൽ അലിഞ്ഞു ചേരുക, അങ്ങയിൽ ലയിക്കുക, ഈ ഒരൊറ്റ ആഗ്രഹം മാത്രമേ അല്ലയോ ഭഗവാൻ എനിക്കുള്ളൂ. ഇതിന് അങ്ങ് എന്നെ അനുഗ്രഹിക്കണേ. പേടിയില്ല ജനുമൃതി രണ്ടിലും, ജനിക്കാനും മരിക്കാനും എനിക്ക് പേടിയില്ല. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ജനിമൃതികളെക്കുറിച്ച് അയാൾക്ക് ഭയമേയില്ല. കാരണം ശിവൻ തൻ്റെ ഹൃദയവാസിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ജനിമൃതികളെ ഭയപ്പെടേണ്ടതില്ല. ജനിമൃതികളെക്കുറിച്ച് മാത്രമല്ല, ഒന്നിനെക്കുറിച്ചും ഒരു ശിവസാധകന് ഭയമെന്ന വികാരമേ ഉണ്ടാകില്ല. അയാൾ എപ്പോഴും അഭയത്തിലായിരിക്കും. അഭയം നൽകുന്നതാരാണ്? ശിവഭഗവാനാണ്. ശിവഭഗവാൻ അഭയം നൽകുമ്പോൾ പിന്നെ എന്തിനാണ് ഭയം എന്നാണ് ഒരു ശിവസാധകൻ തന്നോട് തന്നെ നിരന്തരം ചോദിക്കുന്നത്. ജനിമൃതികളിൽ അയാൾക്ക് ഒട്ടും ഭയമില്ല. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മൃത്യുഭയം വളരെ വലുതാണ്. നമ്മളെല്ലാം ജീവിക്കുന്ന ഓരോ നിമിഷവും, ഏത് നിമിഷവും മൃത്യു നമ്മളെ വന്ന് ബാധിക്കാം. എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അതിന് തരതമ ഭേദമോ ആൾഭേദമോ മറ്റു തരത്തിലുള്ള യാതൊരു വ്യത്യാസവുമില്ല. മൃത്യു എല്ലാവരെയും ഏത് സമയവും എപ്പോൾ വേണമെങ്കിലും മൃത്യുവിന് തോന്നുമ്പോൾ വന്ന് ഭവിക്കാം. അപ്പോൾ മൃത്യു അത്രമേൽ നമ്മുടെ മുമ്പിൽ ഡെമോക്ലസിൻ്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് ആൾക്കാർ മൃത്യുവിനെ ഭയപ്പെടുന്നത്. പക്ഷേ ഒരു ശിവഭക്തനെ സംബന്ധിച്ചിടത്തോളം മൃത്യുവിനെക്കുറിച്ച് ഒരു ഭയവുമില്ല. കാരണം മൃത്യുഞ്ജയനായ ശിവനെയാണ് അയാൾ ഹൃദയവാസിയായി സ്വീകരിച്ചിരിക്കുന്നത്. ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മൃത്യുഞ്ജയനെയാണ്. പിന്നെ എന്തിനാണ് മൃത്യുവിനെ ഭയപ്പെടുന്നത്? ഇതാണ് ഒരു ശിവസാധകൻ തന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യം. തനിക്ക് ജനിമൃതികളെ ഒട്ടും ഭയമില്ല. മാണിക്യവാചകരും ഇത് തന്നെയാണ് പറയുന്നത്. എനിക്ക് ജനിമൃതികളെക്കുറിച്ച് യാതൊരു പേടിയുമില്ല. അങ്ങയോട് അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് ജന്മം, എന്ത് മൃത്യു എന്നാണ് മാണിക്യവാചകർ ചോദിക്കുന്നത്. പിന്നെ ആടിടാ സ്വർഗലോകം ലഭിക്കലും, സ്വർഗലോകത്തിലും എനിക്ക് താല്പര്യമില്ല. മാണിക്യവാചകർ പറയുകയാണ്, എല്ലാവരും സ്വർഗലോകത്തിലെത്തിച്ചേരാനാണ് ആഗ്രഹിക്കുന്നത്. കർമ്മം ചെയ്യുന്നത് പോലും സ്വർഗത്തിലെത്തിച്ചേരാൻ വേണ്ടിയാണ്. സ്വർഗവും എനിക്ക് വേണ്ട. അതിനേക്കാൾ എത്രയോ വലുതാണ് അല്ലയോ ഭഗവാൻ നിന്നിൽ അലിഞ്ഞു ചേരുന്ന, നിന്നിൽ ലയിച്ചു ചേരുന്ന അവസ്ഥാവിശേഷം. അതുകൊണ്ട് സ്വർഗലോകത്തിലും എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. പിന്നെ നാടുവാഴും പദവിയും വേണ്ട. നാട് വാഴുന്ന രാജപദവിയും എനിക്ക് ആവശ്യമില്ല.
ഉയർന്ന ഉദ്യോഗമോ ഉയർന്ന ജീവിത സൗകര്യമോ ഒന്നും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക്, ഭൗതിക സുഖത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാനും അങ്ങനെ രാജാവാകാനോ അല്ലെങ്കിൽ നാടുവാഴിയാകാനോ ഒന്നും തന്നെ എനിക്ക് ആഗ്രഹമില്ല. പിന്നെ എന്താണ് ആഗ്രഹം? നിന്നോട് ചേരുന്നതാണ് എനിക്കൊക്കെയും. നിന്നോട് ചേരുക എന്നൊരൊറ്റ ലക്ഷ്യമേ എനിക്കുള്ളൂ. അല്ലയോ ഭഗവാൻ, അങ്ങയോട് ചേരുക, അത് മാത്രമാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അപ്പോൾ ഓരോ നിമിഷത്തിലും ഞാൻ ജീവിക്കുന്നത് അങ്ങയോട് ലയിച്ചു ചേരാൻ വേണ്ടി മാത്രമാണ്. ഒരൊറ്റ പ്രാർത്ഥനയേ എനിക്കുള്ളൂ. അല്ലയോ ശിവഭഗവാനെ, അങ്ങയോട് അലിഞ്ഞലിഞ്ഞലിഞ്ഞ് ചേരുക. അങ്ങനെ ശിവനിൽ ലയിച്ചു ചേരാൻ എനിക്ക് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും വലിയ അനുഗ്രഹീതനായി മാറുന്നു. എനിക്ക് ജനന മരണങ്ങളെ ഭയമില്ല. അതേപോലെ സ്വർഗലോകവും എനിക്ക് വേണ്ട. അതുപോലെ രാജപദവിയും ഒന്നും എനിക്ക് വേണ്ട. അല്ലയോ ഭഗവാൻ, ഈ ഒരു ആഗ്രഹം മാത്രം നിറവേറ്റി തരിക. അങ്ങയോട് അലിഞ്ഞലിഞ്ഞ് ചേരാനുള്ള ആ മഹാഭാഗ്യം അല്ലയോ ഭഗവാൻ എനിക്ക് ഏകുക. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. ആശമേൽ പെരുകുന്നു നിൻ ചേവടിത്താരിണകളെ കാണുവാനായിടാതെ. വാഴ്ത്തിയില്ല എൻ്റെ നാവിനാൽ, പൂമാല ചാർത്തിയില്ല ഞാൻ നിന്നെ കരങ്ങളാൽ. മേരുവിനെ കുനിച്ചോനെ, എങ്കിലും നേരെ നിന്ന് അരുൾ ലഭ്യമല്ലെങ്കിൽ മേ തീരുകൽ എൻ്റെ ജന്മദുഃഖം. കണ്ണുനീര് നിത്യമൊഴുക്കിയെന്നേ വരൂ, തീരുകയില്ല എൻ്റെ ജന്മദുഃഖം. നിന്നിൽ അലിഞ്ഞു ചേരാൻ എനിക്ക് കഴിഞ്ഞില്ല എങ്കിൽ എൻ്റെ ജീവിതം എനിക്ക് ദുഃഖം മാത്രമായിരിക്കും. തീരുകയില്ല എൻ്റെ ജന്മദുഃഖം. എൻ്റെ ജന്മദുഃഖം ഒരിക്കലും മാറുകയില്ല. അത് മാറണമെങ്കിൽ അല്ലയോ ഭഗവാൻ, അങ്ങയോട് എനിക്ക് അലിഞ്ഞലിഞ്ഞ് അങ്ങയിലില്ലാതായി തീരണം, അങ്ങയിൽ ലയിച്ചു ചേരണം. എങ്കിൽ മാത്രമേ എൻ്റെ ജന്മദുഃഖം, എൻ്റെ വേദന, എൻ്റെ ദുഃഖങ്ങളെല്ലാം അവസാനിക്കും. ആശയാൽ പെരുകുന്നു, ആശ കൊണ്ട്, ആഗ്രഹം കൊണ്ട്, നിന്നിൽ അലിഞ്ഞു ചേരാനുള്ള ആഗ്രഹം നാൾക്ക് നാൾ, നിമിഷം തോറും പെരുകി പെരുകി വരുന്നു. നിൻ ചേവടിത്താരിണകളെ ദിശര, നിൻ്റെ ചേവടിത്താരിണകളെ കാണുവാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ട് ഓരോ നിമിഷവും ഞാൻ തുടിച്ചു കൊണ്ടിരിക്കുകയാണ്. നിൻ്റെ പാദപൽമങ്ങളിൽ ലയിച്ചു ചേരാൻ, നിൻ്റെ പാദപൽമങ്ങളെ ദർശിക്കുവാൻ വേണ്ടി ഓരോ നിമിഷവും എൻ്റെ മനസ്സിൽ ആശ പെരുകി പെരുകി വരുന്നു. വാഴ്ത്തിയില്ലെൻ്റെ നാവിനാൽ, എൻ്റെ നാവിനാൽ നിൻ്റെ മഹത്വം ഞാൻ ഇതേവരെ വാഴ്ത്തിയിട്ടില്ല. അപ്പോൾ എനിക്കതിന് അർഹതയുണ്ടോ എന്നെനിക്കറിയില്ല. കാരണം എന്താ? ഞാൻ എൻ്റെ നാക്കിനാൽ നിന്നെ പാടി പുകഴ്ത്തിയിട്ടില്ല, പിന്നെ പൂമാല ചാർത്തിയുമില്ല. എൻ്റെ ഹൃദയത്തിൽ വിരിയുന്ന പുഷ്പങ്ങൾ കൊണ്ട് ഞാൻ പൂമാല ചാർത്തി നിന്നെ അണിയിച്ചിട്ടുമില്ല. പിന്നെയോ മേരുവിനെ കുനിച്ചോനെ, മേരുവിനെ പോലും ചൊൽപ്പടിക്ക് നിർത്താൻ കഴിഞ്ഞ, പർവ്വതത്തെ പോലും ചൊൽപ്പടിക്ക്, മേരുപർവ്വത്തെ പോലും ചൊൽപ്പടിക്ക് നിർത്താൻ കഴിഞ്ഞ അല്ലയോ ഭഗവാൻ, എൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് എനിക്ക് അങ്ങയിൽ അഭയം തരയണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എങ്കിലും തോരാതെ എന്നിൽ അരുൾ ലഭ്യമല്ലെങ്കിൽ മേ തീരുകൽ എൻ്റെ ജന്മദുഃഖം. അതുകൊണ്ടല്ലയോ ഭഗവാനെ, അങ്ങയുടെ അരുൾ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അങ്ങയുടെ അനുഗ്രഹം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങ് എന്നെ അനുഗ്രഹിച്ച് അങ്ങയിൽ ലയിപ്പിച്ച് ചേർക്കണമേ. അങ്ങനെ എൻ്റെ ജന്മദുഃഖത്തിൽ നിന്ന് എന്നെ കരകയറ്റണമേ. കണ്ണുനീര് നിത്യം ഒഴുക്ക് എന്നേ വരൂ. ഞാൻ നിത്യവും നിനക്കായി കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓരോ നിമിഷവും എൻ്റെ കണ്ണിൽ നിന്ന് ധാരമുറിയാതെ കണ്ണീർ കണങ്ങൾ ഒഴുകുകയാണ്. നിൻ്റെ ഭക്തിയാൽ എൻ്റെ ഹൃദയം വെന്തുരുകുന്നു, എൻ്റെ എല്ലുകൾ പോലും വെന്തുരുകുന്നു നിൻ്റെ ഭക്തിയാൽ. അങ്ങനെയുള്ള എൻ്റെ ഭക്തി ഞാൻ നിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നിൻ്റെ കാലിണകൾ കാണാൻ വേണ്ടി ഇതാ നിരന്തരം തപിക്കുന്നു.
അങ്ങനെ നിനക്ക് വേണ്ടി ഞാൻ നിത്യം കണ്ണീരൊഴുക്കുന്നു. നിന്നിൽ ലയിച്ചു ചേരാൻ വേണ്ടി ഞാൻ നിത്യവും ധാരമുറിയാതെ കണ്ണീരൊഴുക്കുന്നു. അല്ലയോ ഭഗവാൻ, നീ ഇത് കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇത്രമേൽ വെന്തുരുകുന്ന എൻ്റെ ആ ഹൃദയത്തെ നീ ഒന്ന് ആശ്വസിപ്പിക്കുമോ? ഭഗവാനോട് പറയണം, അല്ലയോ ശിവഭഗവാനെ, എൻ്റെ ഹൃദയത്തെ, വെന്തുരുകുന്ന എൻ്റെ ഹൃദയത്തെ അങ്ങ് വന്ന് ആശ്വസിപ്പിക്കുകയും എന്നിൽ ഭക്തി ചൊരിഞ്ഞ് അങ്ങയിൽ ലയിക്കാൻ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുക. അങ്ങയുടെ അനുഗ്രഹം, അങ്ങയുടെ അരുൾ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ അരുൾ, അങ്ങയുടെ അനുഗ്രഹം എനിക്ക് ലഭിക്കില്ലേ എന്നാണ് വീണ് പ്രാർത്ഥിക്കുന്നത്. നിന്നരുൾ ലഭിച്ചിടുവാൻ തക്കതായി നിന്നെ എൻ മനമോർത്തതില്ല. മുമ്പേ ഞാൻ നിന്നെ ഓർത്തതില്ല. നിൻ അരുൾ ലഭിച്ചിടുവാൻ വേണ്ടി തക്കതായി നിന്നെ എൻ മനം ഓർത്തതില്ല. എൻ്റെ മനസ്സ് ഇതിനു മുമ്പ് ഒരു നായയെപ്പോലെ ഓടി നടക്കുകയായിരുന്നു. നിന്നെക്കുറിച്ച് ഞാൻ ഓർത്തിരുന്നില്ല. പക്ഷേ ഈ നിമിഷം നിന്നെക്കുറിച്ച് ഞാൻ ഓർത്ത് വെന്തുരുകയാണ്. ചെയ്തതില്ലൊരു പൂജയെങ്കിലും ചെയ്തിടുന്ന അശ്രു നിന്നോട് ചേരുവാൻ. ചെയ്തതില്ലൊരു പൂജ, നിനക്ക് വേണ്ടി യാതൊരു പൂജയും ഞാൻ ചെയ്തിട്ടില്ല. ശാസ്ത്രീയമായ 100 പൂജാവിധികളുണ്ട്. നിന്നിൽ ലയിച്ച് ചേരാനുള്ള ശാസ്ത്രവിധി പ്രകാരമുള്ള അനേകം ശിവപൂജകളുണ്ട്. ഈ ശിവപൂജകളൊന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ കണ്ണിൽ നിന്ന് ധാരമുറിയാതെ നിന്നോടുള്ള പരമപ്രേമത്താൽ കണ്ണിൽ നിന്ന് ധാരമുറിയാതെ കണ്ണീർ കണങ്ങൾ ഒഴുകുന്നു. ഈ പരമസ്നേഹമല്ലാതെ, നിന്നോടുള്ള പരമസ്നേഹമല്ലാതെ നിനക്ക് വേണ്ടിയുള്ള പൂജകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ശാസ്ത്രവിധി പ്രകാരമുള്ള ഒരു ശിവപൂജയും ഞാൻ ചെയ്തിട്ടില്ല. എങ്കിലും ഭഗവാൻ, എൻ്റെ കണ്ണിൽ നിന്ന് അങ്ങയുടെ ഓർമ്മകൾ തിങ്ങി നിറഞ്ഞ് എൻ്റെ ഹൃദയം വെന്തുരുകി അത് കണ്ണീർ കണങ്ങളായി ധാരമുറിയാതെ താഴേക്ക് പ്രവഹിക്കുന്നു. അല്ലയോ ഭഗവാൻ, അങ്ങ് കാണുന്നില്ലേ? അങ്ങ് ദയവ് ചെയ്ത് എനിക്ക് അനുഗ്രഹം ചൊരിയണമേ. വാനമായി, വായുവായി, അഗ്നിയായി, ഭൂമിയായി, അപ്പായി, ഉടലോട് എന്നുയിരുമായി, ഞാനും എൻ്റേത് എന്നുള്ളതില്ലാത്തത് മായ നിന്നെ ഞാൻ എങ്ങനെ വാഴ്ത്തിയിടാൻ? നിന്നെ ഞാൻ എങ്ങനെ വാഴ്ത്തിയിടും? ഞാനും എൻ്റേതുമെന്നുള്ളതില്ലാത്തതുമായ നിന്നെ ഞാൻ എങ്ങനെ വാഴ്ത്തിയിടും? ഞാനെന്ന ഭാവം ഒരിക്കലുമില്ലാത്ത, ഞാനെന്നും എൻ്റേതുമെന്നുമുള്ള ഒരു ഭാവവുമില്ലാത്ത അല്ലയോ ഭഗവാൻ, ആദിമധ്യാന്തഹീനായ അല്ലയോ ഭഗവാൻ, അങ്ങയെ ഞാൻ എങ്ങനെ വാഴ്ത്തും? വാനമായി, ആകാശമായി, വായുവായി, അഗ്നിയായി, ഭൂമിയായി, പിന്നെ അതേപോലെ ജലമായി കഴിയുന്ന ഈ പഞ്ചഭൂതങ്ങളെല്ലാം നിന്നോട് ചേരുന്നു. ആ പഞ്ചഭൂതങ്ങളെല്ലാം തന്നെ നിന്നോട് ചേരുകയാണ്. വാനമായി, വായുവായി, അഗ്നിയായി, ഭൂമായുടലോട് ഉയരെന്നുമായി, ഉടലോട് ചേർന്ന് ഉயிருമായി ആയിട്ടാണ് സാധാരണ മനുഷ്യർ ജീവിക്കുന്നത്. അതായത് മനുഷ്യർ പഞ്ചഭൂതാത്മകമായ അവസ്ഥയിലാണ് കഴിയുന്നത്. പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഉടലും ഉയിരും ഒന്നായി ചേർത്താണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഉടലും ഉയിരും ഒന്നായി ചേർന്നിരിക്കുന്ന അവസ്ഥയിൽ അയാൾ നിരന്തരം കണ്ണീര് പൊഴിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പോൾ ഉയിരിനോടും ഉടലിനോടും പഞ്ചഭൂതങ്ങളോടും ചേർന്നിരിക്കുന്ന ഞാനിതാ നിരന്തരം നിന്നോടുള്ള അഗൈതവമായ പ്രേമം കൊണ്ട് കണ്ണീർ വാർത്ത് കരയുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. അശ്രു നിന്നോട് ചേരുവാൻ ഞാൻ അശ്രുക്കൾ പൊഴിക്കുകയാണ്. നിന്നോട് ചേരുവാൻ വേണ്ടി ഞാൻ നിരന്തരം സ്നേഹത്തിൻ്റെ അശ്രുക്കൾ പൊഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്നേഹം കൊണ്ട് നിന്നോട് അലിഞ്ഞു ചേരാനാണ് ഞാൻ
ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ മാണിക്യവാചകർ ഒരു സത്യം പറയുകയാണ്. ശാസ്ത്രവിധി പ്രകാരമുള്ള ശിവപൂജയോ അല്ലെങ്കിൽ അതേപോലുള്ള അനുഷ്ഠാനങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല. സ്നേഹം കൊണ്ട് നിറഞ്ഞു കവിയുന്ന ഒരു ഹൃദയം, ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞു കവിയുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനെ നിന്നോട് അലിഞ്ഞു ചേരാൻ എനിക്ക് കഴിയുമെന്ന് ദൃഢമായി വിശ്വസിക്കുകയാണ് മാണിക്യവാചകർ. നോക്കൂ, സ്നേഹത്തെ ഉള്ളിൽ ഒതുക്കാനാകാത്തപ്പോഴാണ് സ്നേഹാശ്രു വെളിയിൽ വരുന്നത്. അപ്പോൾ സ്നേഹം കൊണ്ട് നിറഞ്ഞ് കവിയുമ്പോഴാണ് ഈ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ഉതിർന്നു വീഴുന്നത്. അപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ഉതിർന്നു വീഴുന്നത് എപ്പോഴാണ്? സ്നേഹത്തെ ഉള്ളിൽ ഒതുക്കാനാകാത്തപ്പോഴാണ്. അങ്ങനെ കരയുന്ന ഞാൻ, ഈശ്വരപ്രാപ്തിക്ക് കർമാദികളുടെ ഒന്നും ആവശ്യമില്ല, സ്നേഹം മാത്രം മതി. അപ്പോൾ സ്നേഹിക്കാനുള്ള കഴിവുള്ള ഹൃദയം എനിക്കുണ്ട് ഭഗവാനെ. അങ്ങയോട് അഗൈതവമായ സ്നേഹം കൊണ്ട് എൻ്റെ കണ്ണുകളിൽ നിന്ന് അശ്രുക്കൾ ധാരമുറിയാതെ പ്രവഹിക്കുകയാണ്. ഈ കണ്ണീർ കണങ്ങൾ തന്നെയാണ് എൻ്റെ സ്നേഹത്തിൻ്റെ ആ ഗരിമ വെളിപ്പെടുത്തുന്നത്. ആ സ്നേഹത്തിൻ്റെ ഗരിമയിൽ അല്ലയോ ഭഗവാൻ എന്നെ വന്ന് അനുഗ്രഹിക്കൂ എന്നാണ് പറയുന്നത്. എനിക്ക് മറ്റ് പൂജാതി കർമ്മങ്ങളോ അല്ലെങ്കിൽ മറ്റ് അനുഷ്ഠാനങ്ങളോ ഒന്നും വശമില്ല, അതൊന്നും ഞാൻ ചെയ്യുന്നുമില്ല. പക്ഷേ അങ്ങയോടുള്ള മഹാസ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതുകൊണ്ടാണ് ഞാൻ കണ്ണിൽ നിന്ന് ഈ കണ്ണീർ കണങ്ങൾ പൊഴിക്കുന്നത്. അതുകൊണ്ട് ഈ കണ്ണീർ കണങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ മഹത്വം അങ്ങ് മനസ്സിലാക്കി എനിക്ക് അനുഗ്രഹം അരുൾ ചൊരിയണമേ എന്നാണ് പറയുന്നത്. ഞാനും എൻ്റേതും എന്നുള്ളത് ഇല്ലാത്തതുമായ നിന്നെ ഞാൻ എങ്ങനെയാണ് വാഴ്ത്തേണ്ടത്? നിന്നെ വാഴ്ത്താൻ വാക്കുകളെ കൊണ്ട് എനിക്കാവില്ല. കാരണം എൻ്റേത് ഞാൻ എന്നുള്ള ഭാവങ്ങളൊന്നും നിനക്കില്ല. അങ്ങനെ ആദിമധ്യാന്തഹീനായ അല്ലയോ ഭഗവാനെ, അങ്ങയെ വാഴ്ത്തുവാൻ വാക്കുകളെ കൊണ്ടൊരിക്കലും ആവില്ല. വാക്കുകൾക്കപ്പുറം, ഭാവങ്ങൾക്കപ്പുറം, എല്ലാത്തിനും അപ്പുറം, സ്നേഹത്തിനുമപ്പുറം നിൽക്കുന്ന മഹാനാണ് അല്ലയോ ഭഗവാൻ. അങ്ങയെ ഞാൻ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങ് ഈ മഹാസ്നേഹം എന്നിൽ തുള്ളിത്തുളുമ്പുന്ന നിറഞ്ഞു കവിയുന്ന ഈ മഹാസ്നേഹം കണ്ടിട്ട് എന്നെ വന്ന് അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ തൻ്റെ ഹൃദയത്തിൽ സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല. ഇതാണ് ശിവമാർഗം എന്ന് പറയുന്നത്. ശിവമാർഗിയാകാൻ വളരെ എളുപ്പമാണ്. ഹൃദയത്തിൽ സ്നേഹം നിറച്ചാൽ മാത്രം മതി. ആരുടെ ഹൃദയത്തിലാണോ സ്നേഹം കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്നത്, സർവ്വചരാചരങ്ങളെയും സ്നേഹിക്കാനുള്ള കഴിവ് ആർക്കാണോ ഉള്ളത്, അയാളുടെ മുമ്പിൽ ശിവൻ നിഷ്പ്രയാസം പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ സ്നേഹത്തിൻ്റെ മഹത്വമാണ് ഇവിടെ പറയുന്നത്. ശിവം എന്ന് പറയുന്നത് എന്താണ്? അൻപാണ്, സ്നേഹമാണ്. ശിവൻ എന്ന് പറയുന്നത് സ്നേഹമല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് സ്നേഹമേ നിന്നെ ഞാൻ മുറുകെ പിടിക്കുന്നു എന്നാണ് മാണിക്യവാചകർ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്നേഹം ഇമ്പമേ ഉന്നെ ചെക്കന് പിടുത്തേൻ, ഞാൻ സ്നേഹമേ നിന്നെയാണ് ഞാൻ മുറുകെ പിടിക്കുന്നത്. ഈ സ്നേഹം കൊണ്ട് തന്നെ അല്ലയോ ഭഗവാൻ എന്നെ വന്ന് അനുഗ്രഹിക്കുക. മറ്റൊന്നും എനിക്ക് തരാനില്ല. ഈ സ്നേഹത്തിൻ്റെ കണ്ണീർ കണങ്ങൾ മാത്രമേ എനിക്ക് നൽകാനുള്ളൂ. അങ്ങയോടുള്ള അഗൈതവമായ ഭക്തി കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹം കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ഇതാ ധാരമുറിയാതെ പ്രവഹിക്കുന്നു. ഈ പ്രവാഹത്തിൽ അല്ലയോ ഭഗവാൻ ഞാൻ മുങ്ങിത്താഴുകയാണ്. അങ്ങ് എന്നെ വന്ന് ആൾക്കൊള്ളേണമേ എന്നാണ് മാണിക്യവാചകർ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഉന്നതമായ സ്നേഹത്തിൻ്റെ ലോകത്തിൽ നിന്നാണ് മാണിക്യവാചകർ ഈ വരികൾ എഴുതുന്നത്. അപ്പോൾ അൻപേ ശിവം എന്നുള്ള ആ മഹാദർശനമാണ് മാണിക്യവാചകരുടെ തിരുവാചകത്തിൻ്റെ അകക്കാമ്പ്. സ്നേഹമല്ലാതെ മറ്റൊന്നുമല്ല ശിവൻ. ഈ സ്നേഹത്താൽ
ശിവഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ആരാണോ സ്നേഹിക്കുന്നത്, ആരാണോ ഹൃദയം തുറന്ന് ഈ ചരാചരങ്ങളെ മുഴുവനും സ്നേഹിക്കാൻ വെമ്പുന്നത്, അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ശിവഭഗവാൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും. അപ്പോൾ ശിവനെ പ്രത്യക്ഷപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. സഹജീവികളെയും എല്ലാവരെയും സ്നേഹിക്കുക. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹസാരമിക സത്യമേകമാം. ഇതാണ് സത്യം. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല. ആ സ്നേഹമാണ് സത്യമേകമായ ശിവൻ എന്ന് പറയുന്നത്. ഈ സ്നേഹമാണ്. എല്ലാ തത്വചിന്തകളും ചെന്ന് അവസാനിക്കുന്നത് സ്നേഹത്തിൻ്റെ മഹാപ്രപഞ്ചത്തിലാണ്. സ്നേഹം എന്നുള്ള ആ പ്രേമസങ്കല്പത്തിൽ ശിവനും അലിഞ്ഞലിഞ്ഞ് നമ്മോട് വന്നു ചേരുന്നു. ഇതാണ് സ്നേഹത്തിൻ്റെ മഹത്വം, ശിവമഹത്വം. ഇതാണ് ശിവമാർഗം, ഇതാണ് ശിവവഴി. ഈ ശിവവഴിയിലൂടെ സഞ്ചരിക്കാൻ നമ്മെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം ശിവായ നമഃ.